വെൽക്കം ടു K.TET ഫിസിക്സ് അക്കാഡമി. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് KTET കാറ്റഗറി 3 2012 ഫിസിക്കൽ സയൻസിലെ ക്വസ്റ്റ്യൻസിന്റെ കണ്ടിന്യൂഷൻ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഓൺലൈൻ കോച്ചിങ്ങിൽ ജോയിൻ ചെയ്യുന്നവർക്ക് മാത്രമാണ് ഇതിന്റെ സൊല്യൂഷൻസ് ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ള കുട്ടികൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ സ്റ്റാൻഡേർഡ് എങ്ങനെയാണ് എന്നുള്ളത് മാത്രമാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒന്നല്ലെങ്കിൽ നിങ്ങൾ ഓൺലൈൻ കോച്ചിങ്ങിൽ ജോയിൻ ചെയ്യുക, അല്ലെങ്കിൽ ഇതിന്റെ ഉത്തരങ്ങളൊക്കെ സ്വയം കണ്ടെത്തുക. ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് പോവാം. When a beam of light is passed through a colloidal solution, it is option A reflected, option B scattered, option C absorbed, option D refracted. Second point നോക്കാം. What is oxidized to oxygen by ClO2? Option B KMnO4, option C H2O2, option D F2. മൂന്നാമത്തെ പോയിന്റ് നോക്കുക. എ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഓഫ് CaF2 contains 2 × 10⁻⁴ mole per liter solute. Its solubility product is option A 2.6 × 10⁻⁹, option B 4 × 10⁻⁸, option C 8 × 10⁻12, option D 3.2 × 10⁻11. Fourth question നോക്കുക. H2O2 when added to a solution of KMnO4 as defined with H2SO4. Option A forms only water. Acts as an oxidizing agent, acts as a reducing agent. Option D produces hydrogen. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 3 fused benzene rings are found in option A naphthalene, anthracene, പിന്നെന്താണ് phenanthroline, option D triphenyl methane. ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. Equal masses of methane and oxygen are mixed in a jar. The mole fraction of methane is option A 1/3, 2/3, 1/2, 2. Seventh question. The product formed when propane is passed through a red hot tube. Option A toluene, propane, methyl, and option D benzene. എട്ടാമത്തെ question. Which of the following aqueous solutions will turn red litmus blue? Option A NaCl, KMnO4, NH4Cl, CH3COONA. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. What would be the maximum number of lines obtained in the hydrogen spectrum if total number of energy level possible are 5? Option A 4, option B 6, option C 8, option D 10. പത്താമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. Which of the following D block elements has half-filled penultimate D subshell as well as half-filled valence subshell? Option A CR, CU, PD and PT. അപ്പോൾ 10 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഓൺലൈൻ കോച്ചിങ്ങിൽ ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്ക് നമ്മൾ അതിന്റെ ആൻസറും അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾക്ക് കൊടുക്കുന്നുണ്ടായിരിക്കും. ബാക്കിയുള്ള കുട്ടികൾ ഉത്തരങ്ങളൊക്കെ സ്വയം കണ്ടെത്താനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നല്ലൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ് 2012 ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. നമ്മൾ 8, 9, 10 സിലബസിന്റെ പേര് 8, 9, 10 സിലബസ് ആണെങ്കിലും ക്വസ്റ്റ്യൻസൊക്കെ അത്യാവശ്യം നല്ല പ്രിപ്പറേഷൻ നടത്തിയാൽ മാത്രമാണ് നമുക്ക് എഴുതാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ക്വസ്റ്റ്യൻ്റെ സ്റ്റാൻഡേർഡ് എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇതിൽ 2-3 പ്രോബ്ലംസ് സോൾവ് ചെയ്തുകൊണ്ട് വേഗം പെട്ടെന്ന് വരാം. ഓക്കെ, താങ്ക് യു.